Hi, good morning all. Today we are discussing about manufacturing process 2. Then ഇതിൻ്റെ സെക്കൻഡ് ക്ലാസ്സിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ടൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെഷീനിങ്സിനെ കുറിച്ചാണ് പഠിച്ചത്. മെയിനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് തിയറി ഓഫ് മെറ്റൽ കട്ടിങ്ങിനെ കുറിച്ചാണ്. എന്തൊക്കെ തിയറിയാണ് മെറ്റൽ കട്ടിങ്ങിനെ ബിഹൈൻഡ് ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ നമ്മൾ മെറ്റീരിയൽ റിമൂവൽ, അതായത് ഇപ്പം മെഷീനിങ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ റിമൂവൽ പ്രോസസ്സാണ് നമ്മൾ പഠിച്ചു. അപ്പോൾ ആ മെറ്റീരിയൽ റിമൂവൽ പ്രോസസ്സ് എന്താണെന്നുള്ളതാണ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതായത് മെഷീനിങ് എന്താണെന്ന് പഠിച്ചു. മെഷീനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് നമ്മുടെ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അതായത് മെഷീനിങ് പ്രോസസ്സ് അഥവാ കട്ടിങ് പ്രോസസ്സ് എക്സെട്ര ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് മെഷീനിങ് പ്രോസസ്സ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്തത് കട്ടിങ് ടൂൾസിനെ കുറിച്ചാണ്. മെയിനായിട്ട് കട്ടിങ് ടൂൾസിൻ്റെ ക്ലാസിഫിക്കേഷൻ രണ്ടായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സിംഗിൾ പോയിൻറ്റ് കട്ടിങ് ടൂൾസും അതുപോലെ മൾട്ടി പോയിൻറ്റ് കട്ടിങ് ടൂൾസും എന്ന് പറയുന്നത്. ഓക്കെ, സിംഗിൾ പോയിൻറ്റ് കട്ടിങ് ടൂളിൻ്റെ എന്താണ്, ഒരൊറ്റ സിംഗിൾ എഡ്ജസ് ഉണ്ടാവുള്ളൂ. മെയിനായിട്ട് നമ്മൾ ലെയ്ത്തിൽ കാര്യങ്ങളിലൊക്കെയാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ മൾട്ടി പോയിൻറ്റ് കട്ടിങ് അതിന് ഒരു ആക്സിസ് അല്ലോ ഒന്നോ അതിൽ കൂടുതലോ പോയിൻറ്റ്സ് ഉണ്ടാവുമായിരിക്കും. ദെൻ മെയിനായിട്ട് നമ്മൾ ഗ്രൈൻഡിങ് പർപ്പസ് കാര്യങ്ങൾക്ക്, അതുപോലെ ഗിയർ കട്ടിങ് മില്ലിങ് മെഷീനിലും കാര്യങ്ങളിലൊക്കെയാണ് മെയിൻലി നമ്മൾ മൾട്ടി പോയിൻറ്റ് കട്ടിങ് ടൂൾസ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ദെൻ അതിനുശേഷം നമ്മളൊരു സിംഗിൾ പോയിൻറ്റ് കട്ടിങ് ടൂളിൽ എന്തൊക്കെയാണ് അതിൻ്റെ മെയിൻ പാർട്സ്, ഏതൊക്കെയാണ് റാങ്ക്, ഷാങ്ക്, ഫേസ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് ആംഗിൾസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആ ആംഗിൾസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ടെക്സ്റ്റ് ഒന്ന് നോക്കി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. ആ ഫിഗർ കുറച്ചുകൂടി നല്ല ഫിഗേഴ്സ് ടെക്സ്റ്റിലുണ്ട്. ഓക്കെ, അപ്പോൾ ആ ടെക്സ്റ്റും കൂടി നിങ്ങൾ നോക്കുക. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾ പ്രൊഡക്ഷൻ ടെക്നോളജിയിൽ RK ജയൻ്റെ ടെക്സ്റ്റ് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു PDF ഒരു ഫസ്റ്റ് മൊഡ്യൂൾ കഴിയുമ്പോൾ ഞാൻ ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു PDF നിങ്ങൾക്ക് അയച്ചു തരാം. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അത് നിങ്ങൾ നോക്കിയാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് സിമ്പിളായിരിക്കും. കുറച്ച് ക്യാപ്സ്യൂളായിട്ടുള്ളൊരു നോട്ട്സാണത്. ഓക്കെ, അപ്പോൾ ഞാനത് നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ കട്ടിങ് ടൂളിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. മെയിനായിട്ട് നമ്മൾ കട്ടിങ് ടൂളിൻ്റെ ക്ലാസിഫിക്കേഷൻ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് സിംഗിൾ പോയിൻറ്റ് കട്ടിങ് ടൂളും ഒന്ന് മൾട്ടി കട്ടിങ് എഡ്ജ് ടൂൾസ് എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണമായിട്ടാണ് മെയിൻലി നമ്മൾ ക്ലാസ് ചെയ്തത്. സിംഗിൾ പോയിൻറ്റ് കട്ടിങ് ടൂൾസിന് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ്, അതായത് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൺ ഡോമിനൻറ്റ് കട്ടിങ് എഡ്ജ്, അതായത് മെയിനായിട്ട് നമ്മളൊരു ഷാർപ്പ് ഒറ്റ കട്ടിങ് എഡ്ജസ് നമ്മളെ സിംഗിൾ പോയിൻറ്റ് കട്ടിങ് ടൂളിലുണ്ടാവുള്ളൂ. നേരെ മറിച്ച് മൾട്ടി പോയിൻറ്റ് കട്ടിങ് ടൂളിലാണ് ഒന്നോ അതിൽ കൂടുതൽ വൺ ഓർ മോർ കട്ടിങ് എഡ്ജസസ് ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ ഇമ്പോർട്ടൻസ്. ഓക്കെ, സെക്കൻഡ് മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് സിംഗിൾ പോയിൻറ്റ് കട്ടിങ് ടൂൾസിൻ്റെ അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് പോയിൻ്റ് ഈസ് യൂഷ്വലി റൗണ്ടഡ് ടു ഫോം എ നോസ് റേഡിയസ്, അതായത് ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് മെയിൻലി യൂഷ്വലി ആസ് എ റൗണ്ടഡ് ടു ഫോം എ നോസ് റേഡിയസ്. മെയിനായിട്ട് ഇതിന് ഒരു നോസ് റേഡിയസ് ഉണ്ടാവും. നോസ് റേഡിയസ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നിങ്ങളത് ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ അടുത്ത നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ടേണിങ് യൂസസ് എ സിംഗിൾ പോയിന്റ് ടൂൾ. മെയിനായിട്ട് ടേണിങ്, അതായത് മെയിൻലി നമ്മളിത് യൂസ് ചെയ്യുന്നത് ലെയ്ത്തിൽ കാര്യങ്ങളിലാണ്. ലെയ്ത്തിൽ നിങ്ങളിപ്പോൾ ടേണിംഗ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ എന്താണ്, മെറ്റീരിയൽ റിമൂവ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഓപ്പറേഷൻ്റെ പേരാണ് ടേണിംഗ്. അപ്പോൾ ടേണിംഗിൽ അതിലൊരു സിംഗിൾ പോയിൻറ്റ് കട്ടിങ് ടൂൾ വെച്ചിട്ട് നമ്മളൊരു മിനിമം ഫീഡ് കൊടുത്തിട്ട് അതിനെ മെറ്റീരിയൽ റിമൂവ് ചെയ്ത് ഒഴിവാക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അതാണ് ഒരു സിംഗിൾ പോയിൻറ്റ് കട്ടിങ് ടൂളിന് ഏറ്റവും സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉള്ളത്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്തതെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ കട്ടിങ് എഡ്ജ് ടൂൾസ് ആണ്. മൾട്ടിപ്പിൾ കട്ടിങ് എഡ്ജസിൻ്റെ മെയിൻ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മോർ ദാൻ വൺ കട്ടിങ് എഡ്ജസ്. നമ്മൾ ആദ്യം സിംഗിൾ പോയിൻറ്റ് കട്ടിങ് ടൂളിൽ പറഞ്ഞു വൺ ഡോമിനൻറ്റ് കട്ടിങ് എഡ്ജ് ഉണ്ടാവുള്ളൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ മൾട്ടിപ്പിൾ കട്ടിങ് എഡ്ജ് ടൂൾസ് ഈസ് മോർ ദാൻ വൺ കട്ടിങ് എഡ്ജസ് ആണ് ഉണ്ടാവും. ഒന്ന് കൂടുതൽ കട്ടിങ് എഡ്ജസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്താണ്, മോഷൻ റിലേറ്റീവ് ടു വർക്ക് അച്ചീവ്ഡ് ബൈ റൊട്ടേറ്റിംഗ്. അതായത് മെയിനായിട്ട് മോഷൻ റിലേറ്റീവ് ടു വർക്ക് അച്ചീവ്ഡ് ബൈ റൊട്ടേറ്റിംഗ്. മെയിനായിട്ട് മോഷൻസ് റിലേറ്റ് ചെയ്യുന്നത് വർക്ക് ടു അച്ചീവ് ബൈ റൊട്ടേറ്റിംഗിൻ്റെ കേസസിലാണ്. മെയിനായിട്ട് നമ്മൾ ഈ ഒരു മൾട്ടിപ്പിൾ
കട്ടിങ് എഡ്ജസ് ടൂൾസ് എവിടേക്കാണ് യൂസ് ചെയ്തത്? മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്രില്ലിംഗ് പർപ്പസസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, മില്ലിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മില്ലിംഗ് പർപ്പസ്, ഡ്രില്ലിംഗ് എന്താണ്, ഇത് സാധനം റൊട്ടേറ്റ് ചെയ്തിട്ട് പെനിട്രേറ്റ് ചെയ്ത് കയറുന്ന ഒരു പ്രോസസ്സാണ്. അതുപോലെ മില്ലിംഗ് മെഷീൻ യൂസ് ചെയ്ത് നമ്മൾ ഗിയർ കട്ട് ചെയ്യുന്ന കണ്ടില്ലേ, ദെൻ യൂസ് ടു റൊട്ടേറ്റിംഗ് മൾട്ടിപ്പിൾ കട്ടിങ് എഡ്ജസ് ടൂൾസ്, ഇത് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം അതാണ് മൾട്ടിപ്പിൾ കട്ടിങ് എഡ്ജസ്റ്റിന് മെയിൻ എക്സാമ്പിൾ പറയുന്നത്. ഡ്രില്ലിങ്, മില്ലിംഗ് മെഷീൻസും കാര്യങ്ങളാണ് ഒരു മെയിൻ എക്സാമ്പിളായിട്ട് നമ്മൾ കട്ടിങ് ടൂൾസിന് പറയാം. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് കട്ടിങ് എഡ്ജ് ടൂൾസ് ആണുള്ളത്. സിംഗിൾ പോയിൻറ്റ് കട്ടിങ് എഡ്ജ് ടൂൾസും മൾട്ടിപ്പിൾ കട്ടിങ് എഡ്ജ് ടൂൾസും എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ അടുത്തത് പറഞ്ഞാൽ കട്ടിങ് ടൂൾസ്. അതിൽ തന്നെ നമ്മൾ പറഞ്ഞു 2 ഫിഗേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് സിമ്പിൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഫസ്റ്റത്തെ ഫിഗർ എ എന്ന് പറയുന്നതാണ്. ഈ ഒരു ഫിഗർ എ എന്ന് പറയുന്നത് ഇതാണ്. ഫിഗർ എയിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ഇതാണ് ഒരു സിംഗിൾ പോയിൻറ്റ് കട്ടിങ് ടൂൾ. ഇതിൻ്റെ മെയിൻ പോർഷൻസ് എന്തൊക്കെ? ടോപ്പ് ഫേസിന് പറയുന്നതാണ് ടൂൾ ഷാങ്ക് എന്നാണ് പറയുക. ഈ ഒരു പോർഷനെ നമ്മൾ ടൂൾ ഷാങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതാണ് നമ്മളെ റാക്ക് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതാണ് നോസ് റേഡി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നോസ് റേഡി എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഈ ഒരു സാധനത്തിനാണ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതാണ് നമ്മൾ കട്ടിങ് എഡ്ജസസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതാണ് നമ്മൾ സെക്കൻഡ് മൾട്ടി കട്ടിങ് എഡ്ജസ് യൂസ് ചെയ്യുന്ന ടൂൾ. അതായത് ഹെലിക്കൽ മില്ലിംഗ് കട്ടേഴ്സ് ആണ് ഒരു റെപ്രസെൻറ്റിങ് ചെയ്യുന്നത്. മെയിനായിട്ട് തന്നെ ഒരു കട്ടിങ് എഡ്ജസസ് ഉണ്ടാവും. മെയിനായിട്ട് കട്ടിങ് എഡ്ജസസ് ഉണ്ടാവും ഇതിന്. അതിന് പുറമെ നമ്മൾ അതിൻ്റെ റൊട്ടേഷൻ, മെയിനായിട്ട് ഇത് റൊട്ടേഷൻ്റെ കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞു മോഷൻ റിലേറ്റീവ് ടു വർക്ക് അച്ചീവ്ഡ് ബൈ റൊട്ടേഷൻ്റെ മുകളിലാണ് ഇതിൻ്റെ ഒരു ഇതുണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അതോടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതായത് സിംഗിൾ പോയിൻറ്റ് ടൂൾ ഷോയിങ് എ റാക്ക് ഫേസ് ഉണ്ടായിരിക്കും, ഒരു ഫ്ലാങ്ക് ഉണ്ടായിരിക്കും, ദെൻ അതുപോലെ ടൂൾ പോയിൻ്റ് ഉണ്ടായിരിക്കും, ദെൻ ടൂൾ പോയിൻ്റ് അതുപോലെ നോസ് റേഡിയോ ഉണ്ടാവും, ടൂൾ ഷാങ്ക് ഉണ്ടാവും. ഇത്രയാണ് ഒരു സിംഗിൾ പോയിൻറ്റ് കട്ടിങ് ടൂളിൻ്റെ പാർട്സ്. അതുപോലെ മൾട്ടിപ്പിൾ കട്ടിങ് ടൂൾസ് മെയിനായിട്ട് ഒരു കട്ടിങ് എഡ്ജസ് ഉണ്ടാവും, അതുപോലെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻസ് ആവും. ഈ 2 സാധനങ്ങളെ കട്ടിങ് ടൂൾസിൽ മെയിൻ പാർട്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇപ്പം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു കട്ടിങ് കണ്ടീഷൻ പറയാണ്. അതായത് മെയിനായിട്ട് ഇപ്പം നമ്മളൊരു സാധനം മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്ന കട്ടിങ് പ്രോസസ്സ് നടക്കുകയാണ്. ആ കട്ടിങ് പ്രോസസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ഒരു ലെയ്ത്തിൻ്റെ കേസിൽ ഒരു ടേണിങ് ഓപ്പറേഷനാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു കട്ടിങ് കണ്ടീഷൻ ടേണിങ് ഓപ്പറേഷനിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊരു വർക്ക് പീസാണ്. ഇത് നമ്മളൊരു സിംഗിൾ പോയിൻറ്റ് കട്ടിങ് ടൂളാണ്. ഈ കട്ടിങ് ടൂൾ കൊണ്ടിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് മെറ്റീരിയൽ റിമൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പ്രോസസ്സിന് ഇൻവോൾവ് ആവുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. മെയിനായിട്ട് എന്തൊക്കെയാണ്? സ്പീഡ്. ഈ സാധനം റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ സ്പീഡായിരിക്കും ആദ്യത്തേതാണ്. ദാറ്റ് ഈസ് കട്ടിങ് സ്പീഡ്. എത്രത്തോളം വേഗത്തിലാണ് നമ്മൾ ഈ ടൂൾ കൊണ്ട് നമ്മളിത് കട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാരണം. ദെൻ നെക്സ്റ്റ് കൊടുക്കുന്നത് നമ്മൾ എത്ര ഫീഡ് ഇതിൽ കൊടുക്കും, എത്ര കട്ടിങ് ഡെപ്ത്ത് നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ്. എത്ര ഫീഡ് നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ് കട്ടിങ് എഡ്ജിനുള്ള എത്ര ഫീഡ് കൊടുക്കുന്നു എന്നുള്ളതാണ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയി. ദാറ്റ് ഈസ് ആ ഫീഡിനെ നമ്മൾ എഫ് എന്നാണ് റെപ്രസെൻറ്റ്. അതുപോലെ കട്ടിങ് അടുത്ത ഡെപ്ത്ത്, എത്ര തിക്നെസ്സിലാണ് നമ്മളിത് ഡെപ്ത്തിലാണ് ഇത് കട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയൊരു ഫാക്ടർ. അപ്പം 3 ഫസ്റ്റ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കട്ടിങ് സ്പീഡ് വി, ദെൻ ഫീഡ് എത്ര കൊടുക്കുന്നു എന്നുള്ള എഫ്, ആൻഡ് ഡെപ്ത്ത് എത്രയാണെന്നുള്ളത് ഡി. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ കട്ടിങ് കണ്ടീഷനിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതായത് ഒരു കട്ടിങ് കണ്ടീഷൻ, ഒരു മെഷീനിങ് പ്രോസസ്സിൻ്റെ കട്ടിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മളൊരു 3 ഡയമെൻഷൻ ഓഫ് എ മെഷീനിങ് പ്രോസസ്സ്, ഒരു 3 ഡയമെൻഷണൽ മെഷീനിങ് പ്രോസസ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കട്ടിങ് സ്പീഡ് നമ്മൾ വി എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ്, അതിനെ നമ്മൾ പ്രൈമറി മോഷൻസ് എന്ന് പറയുന്നു. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞാൽ മതി ഫീഡ്, അതിൽ എത്രത്തോളം ഫീഡ് നമ്മൾ ആ കട്ടിങ് ടൂളിന് കൊടുക്കുന്നുണ്ട് എന്നുള്ള, ദാറ്റ് ഈസ് കോൾഡ് എഫ് ഈസ് കോൾഡ്, അതാണ് നമ്മൾ അതിൻ്റെ സെക്കൻഡറി മോഷൻസ്. ആ സാധനമാണല്ലോ കട്ടിങ് ടൂൾ ഇങ്ങനെ മൂവ് ചെയ്യുകയാണല്ലോ ചെയ്യുക. ഓക്കെ, അതാണ് സെക്കൻഡറി മോഷൻ എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് കട്ട്, നമ്മൾ എത്ര ഡെപ്തിലാണ് ആ വർക്ക് പീസ് കട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ആൻഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡി എന്നാണ്. ദാറ്റ് ഈസ് ദ പെനിട്രേഷൻ ഓഫ് ടൂൾ ഈസ് ബിലോ ഒറിജിനൽ വർക്ക് സർഫസ്. അതായത് മെയിനായിട്ട് ഡെപ്ത് ഓഫ് കട്ട് ഡി ഈസ് ഈക്വൽ ടു പെനിട്രേഷൻ ഓഫ് ടൂൾ ബിലോ ഒറിജിനൽ വർക്ക് പീസ്. ആ ഒറിജിനൽ പീസ് ആയിട്ടുള്ള ഡെപ്ത് എത്രയാണെന്ന് നമ്മൾ നോക്കും. ഓക്കെ, അപ്പം ദെൻ സെർട്ടൻ ഓപ്പറേഷൻസ് കഴിഞ്ഞു. ദാറ്റ് ഈസ് കോൾഡ്, ഒരു ടേണിങ് ഓപ്പറേഷനിൽ ഇങ്ങനത്തെ സെർട്ടൻ ഓപ്പറേഷൻ കഴിഞ്ഞ് ദ മെറ്റീരിയൽ റിമൂവൽ റേറ്റ്, ദാറ്റ് ഈസ് RMR എന്നാണ് നമ്മൾ എടുക്കുന്നത്. ദാറ്റ് ഈസ് ദ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഈസ് ഈക്വൽ ടു V ഇൻറ്റു എഫ് ഇൻറ്റു ഡി, ദാറ്റ് ഈസ് വെലോസിറ്റി ഇൻറ്റു ഫീഡ് ഇൻറ്റു ഡെപ്ത് എന്നാണ് നമ്മൾ എഴുതുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ആസ്
RMR, that is material removal rate. RMR is equal to velocity, cutting speed into feed into depth. Okay, clear അല്ലേ? ദെൻ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചിപ്പ് ഫോർമേഷൻ എന്താണ്. ബേസിക്കലി ചിപ്പ് ഫോർമേഷൻ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അടുത്ത സ്ലൈഡിലൊരു ഫിഗർ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മളൊരു വർക്ക് പീസ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നമ്മളൊരു കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു വർക്ക് പീസാണ്. ഓക്കെ, ഈ വർക്ക് പീസിൽ നമുക്ക് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു ഷേപ്പിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഒരു എൽ ഷേപ്പോ അതായത് ഇത്ര ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ടൂള് സിംഗിൾ പോയിൻറ്റ് ടൂളാണെങ്കിൽ എന്ത് ടൈപ്പ് ടൂളാണെങ്കിലും നമ്മൾ ഇതിൻ്റെ വർക്ക് പീസിൻ്റെ മുകളിലേക്ക് വെക്കും. ദെൻ അതിൻ്റെ മുകളിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം ഈ സാധനം മെറ്റീരിയൽ കട്ട് ചെയ്ത് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആ റിമൂവ് ചെയ്ത വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽസാണ് ചിപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഫോം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ള ഒരു കംപ്രസീവ് ഫോഴ്സൊക്കെ ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡിഫോർമേഷൻ ഉണ്ടാവും, ഒരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടാവാനുള്ള ചാൻസുണ്ട്. ഇങ്ങനെയാണ് ഫോർമേഷൻ ഓഫ് ചിപ്പ് ഇൻ മെറ്റൽ കട്ടിംഗ് പ്രോസസ്സിൽ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഓരോ പോയിൻറ്റ് വൈസുള്ള ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ദെൻ ഒരു തിയറി ഓഫ് ചിപ്പ് ഫോർമേഷൻ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മെയിൻലി ദ എബോവ് ഫിഗർ ഇല്ലുസ്ട്രേറ്റ് ദ ബേസിക് ജോമെട്രി ഓഫ് എ 2-dimensional ചിപ്പ്. അതാണ് നമ്മൾ പറഞ്ഞത്. മെയിനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വർക്ക് പീസ് ഉണ്ട്. ആ വർക്ക് പീസിൻ്റെ മുകളിൽ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്, ടൂൾ യൂസ് ചെയ്ത് വർക്ക് പീസ് ചെയ്യാണ്. ദെൻ അൺവാണ്ടഡ് മെറ്റീരിയൽസ് ഇങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ അവിടെ ചിപ്പ് ഇങ്ങനെ ഫോം ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതിനെയാണ് നമ്മൾ ആ ഫസ്റ്റ് ഫിഗർ റെപ്രസെൻ്റ് ചെയ്ത് 3-dimensional ചിപ്പ് ഫോർമേഷൻ്റെ ഫിഗർ കൺസിഡർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, വെൻ ദ കട്ടിംഗ് ടൂൾ ഈസ് ഫോഴ്സ്ഡ് ടു മൂവ് അഗെയിൻസ്റ്റ് ദ വർക്ക് പീസ് ദ ടൂൾ ഈസ് എക്സേർട്ട് എ കംപ്രസീവ് ഫോഴ്സ് ഓൺ ദ വർക്ക് പീസ്. അതായത് നമ്മളെ കട്ടിംഗ് ടൂൾ, ഇത് കട്ടിംഗ് ടൂളിൻ്റെ മുകളിൽ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അത് മൂവിങ് അഗെയിൻസ്റ്റ് വർക്ക് പീസിൻ്റെ മുകളിലേക്ക് നമ്മൾ മൂവ് ചെയ്യും. ഏത് നമ്മളെ കട്ടിംഗ് ടൂൾ. ദെൻ ദ ടൂൾ ഈസ് എക്സേർട്ട് എ കംപ്രസീവ് ഫോഴ്സ്. അപ്പോൾ നമ്മളൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു കംപ്രസീവ് ഫോഴ്സ് നമ്മളെ വർക്ക് പീസിന് മുകളിലേക്ക് ഒരു കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ എന്താണ്, ദ മെറ്റീരിയൽ ഓഫ് എ വർക്ക് പീസ് ഈസ് സ്ട്രെസ്ഡ് ബിയോണ്ട് ദ yield പോയിന്റ്. അതായത് അതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ദ മെറ്റീരിയൽ ഓഫ് വർക്ക് പീസിൻ്റെ മുകളിൽ ഒരു സ്ട്രെസ് ബിയോണ്ട് ചെയ്യും. അതായത് ഇത് yield പോയിൻറ്റിനെക്കാട്ടും കൂടുതലായിരിക്കും. ദെൻ ഇറ്റ്സ് ഡിഫോം ഇൻ പ്ലാസ്റ്റിക്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലൊരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഡിഫോർമേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ദ പ്ലാസ്റ്റിക് ഫ്ലോ ടേക്ക് പ്ലേസ് ഇൻ ദ ലോക്കലൈസ്ഡ് റീജിയൻ ഇസ് കോൾഡ് ഷിയർ പ്ലെയിൻ. അതന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമല്ലോ. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോൾ അവിടെ എന്താ ചിപ്പ് ഫോം ചെയ്യും. ഇതിൻ്റെ മുകളിൽ കണ്ടില്ലേ, ഇവിടെയാണ് ഇഫക്റ്റീവ് ഓഫ് ഒരു പ്രൈമറി ഷിയർ സോൺ ഇവിടെ പ്ലെയിൻ ചെയ്യും. അതുപോലെ സെക്കൻഡറി ഷിയർ സോൺ എന്ന് പറയുന്നത് നമ്മൾ ഈ ടൂളിൻ്റെയും ചിപ്പ് ഫോർമേഷൻ്റെ ഒരു സൈഡിലുമായിട്ട് നമ്മൾ അതിനുള്ളിൽ സെക്കൻഡറി ഷിയറും ഫോം ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഇവിടെ സംഭവിക്കുകയും ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുകയാണെങ്കിൽ എന്താ, ദ ഷിയർഡ് പോർഷൻ ഓഫ് എ മെറ്റൽ ഈസ് ബിഗിൻ ടു ഫ്ലോ ഓഫ് എലോങ് കട്ടിംഗ് ടൂൾ ഫേസസ് ഇൻ ദ ഫോം ഓഫ് സ്മോൾ പീസസ് ഇസ് കോൾഡ് ചിപ്പ്. ദെൻ ഈ ഒരു ഷിയർഡ് പോർഷൻ, അതായത് ഈ കണ്ട പ്രൈമറി ഷിയർ സോണിൽ നിന്നുണ്ടാകുന്ന ഷിയർഡ് പോർഷൻ ഓഫ് എ മെറ്റൽ, ഇവിടെ ഉണ്ടാകുന്ന ഫോം ചെയ്യുന്ന മെറ്റൽ ബിഗിൻസ് ടു ഫ്ലോ അഗെയിൻസ്റ്റ് ദ കട്ടിംഗ് ടൂൾ. അതായത് നമ്മൾ ഈ കട്ടിംഗ് ടൂളിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഫ്ലോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ദെൻ ഷെയർഡ് പോർഷൻ ഓഫ് എ സ്മോൾ മെറ്റൽ ബിഗിൻസ് ടു ഫ്ലോ അലോങ് ദ കട്ടിംഗ് ടൂൾസ് ഫേസ് ഇൻ ദ ഫോം ഓഫ് സ്മോൾ പീസസ് കോൾഡ് ചിപ്പ്. അതായത് ഇതിൻ്റെ മുകളിലേക്ക് തന്നെ വരാനുള്ള, കട്ടിംഗ് ടൂളിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് ആ ചിപ്പ് ഫോം ചെയ്യുന്നതെന്നുള്ളൂ. അത്രയാണ് സിമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഒന്നുകൂടി ഞാൻ പറയാം. ഈ ഫിഗറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു 3-dimensional ഫോമിൽ ചിപ്പ് ഫോം ചെയ്യുന്നതിൻ്റെ ഫിഗറാണ് നമ്മൾ ഇവിടെ നേരത്തെ കാണിച്ചത്. അതിൽ തന്നെ നമ്മളെ കട്ടിംഗ് ടൂളിൻ്റെ മുകളിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യും. ദെൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളത് വർക്ക് പീസിൻ്റെ കൂടെ മൂവ് ചെയ്യാൻ തുടങ്ങും. ദെൻ ടൂൾ എക്സേർട്ട് ഒരു കംപ്രസീവ് ഫോഴ്സ് അവിടെ വർക്ക് പീസിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യും. ആ വർക്ക് പീസിനോട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് പകരം മെറ്റീരിയൽ ഓഫ് എ വർക്ക് പീസ് ഈസ് സ്ട്രെസ്ഡ്. അതിൻ്റെ മുകളിൽ തന്നെ സ്ട്രെസ് ബിയോണ്ട് ദ yield പോയിൻ്റ് ആയിരിക്കും. ദെർഫോർ ദെൻ ഡിഫോം ഇൻ പ്ലാസ്റ്റിക്കലി ആൻഡ് ഷിയർ ഓഫ് അവിടെ സംഭവിക്കും. ദെൻ പ്ലാസ്റ്റിക് ഫ്ലോ ടേക്ക് പ്ലേസ് ഇൻ ദ ലോക്കലൈസ്ഡ് റീജിയൻ ഈസ് കോൾഡ് ഷിയർ പ്ലെയിൻ. Okay, then sheared portion of a metal begins to the flow along the cutting tool faces in the form of a small piece called chip. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചിപ്പാണ്. മെയിൻലി നമുക്ക് 3 ടൈപ്സ് ഓഫ് ചിപ്പിനെ കുറിച്ചാണ് ഇനി പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം മെക്കാനിസം ഓഫ് ചിപ്പ് ഫോർമേഷനാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. മെക്കാനിസം ഓഫ് ചിപ്പ് ഫോർമേഷനിൽ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് പോയിന്റ് എന്താണ്, ആസ് ദ കട്ടിംഗ് ടൂൾ ഈസ് പ്രസ്ഡ് അഗെയിൻസ്റ്റ് ദ വർക്ക് പീസ്
നമ്മളെ കട്ടിംഗ് ടൂൾ അല്ലേ, നമ്മളെ കട്ടിംഗ് ടൂൾ ഈസ് പ്രസ്ഡ് എഗെയിൻസ്റ്റ് നമ്മൾ വർക്ക് പീസിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ദ ടൂൾ ഈസ് റിമൂവ് ആ ടൂൾ മെറ്റീരിയൽ റിമൂവ് ഇൻ ദ ഫോം ഓഫ് ചിപ്പ്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആസ് ദ കട്ടിംഗ് ടൂൾ ഈസ് പ്രസ്ഡ് എഗെയിൻസ്റ്റ് ദ വർക്ക് പീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ആ ടൂള് അതിൻ്റെ മുകളിലുള്ള മെറ്റീരിയൽ റിമൂവ് ചെയ്യും. ആ റിമൂവ് ചെയ്ത് തന്നെ വേസ്റ്റേജ് ഓഫ് മെറ്റീരിയലിനെയാണ് നമ്മൾ ചിപ്പ് എന്ന് പറയുന്നത്. ഫോം എ ചിപ്പ് അറ്റ് എ ഷിയർ സോണിൽ ചിപ്പ് ഫോം ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചിപ്സ് ആർ ഫോംഡ് ഡ്യൂറിങ് ദ പ്രോസസ്സ്. അതായത് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചിപ്പാണ് നമുക്ക് മെയിൻലി ഫോം ചെയ്യാം. അതായത് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചിപ്പ് ആർ ഫോംഡ് ഡ്യൂറിങ് ദ പ്രോസസ്സ്. അതായത് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചിപ്പ് ഫോം ചെയ്യുമെന്നാണ് പറയുന്നത് സിമ്പിളായിട്ട്. 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചിപ്പ് ആർ ഫോംഡ്. ആ ഒരു പ്രോസസ്സിൽ തന്നെ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചിപ്പ് ഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് ചിപ്സാണ് നമുക്ക് ഫോം ചെയ്യാൻ ചാൻസ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് കണ്ടിന്യൂസ് ചിപ്സ്, സെക്കൻഡ് വൺ ഈസ് ഡിസ്കണ്ടിന്യൂസ് ചിപ്പ്, ആൻഡ് തേർഡ് വൺ ഈസ് കണ്ടിന്യൂസ് വിത്ത് ബിൽഡപ്പ് എഡ്ജസ്. ഈ 3 ടൈപ്സ് ഓഫ് ചിപ്സാണ് നമുക്ക് ഈ ഒരു മെഷീനിങ് പ്രോസസ്സിൽ ചിപ്പ് ഫോം ചെയ്യുമ്പം ഫോം ചെയ്യാനുള്ള ചാൻസ് ഉള്ള 3 ടൈപ്പ് ഓഫ് ചിപ്സ്. ഓക്കെ, ഏതൊക്കെയായിരുന്നു? കണ്ടിന്യൂസ് ചിപ്പ്, ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് ആൻഡ് കണ്ടിന്യൂസ് വിത്ത് ബിൽഡപ്പ് എഡ്ജസ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടിന്യൂസ് ചിപ്പ് എന്ന് പറയുന്നത്? ബേസിക്കലി കണ്ടിന്യൂസ് ചിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഇത് ഉണ്ടായിരിക്കുന്നത് ഡക്റ്റൈൽ വർക്ക് മെറ്റീരിയൽസിൻ്റെ മുകളിലാണ് കണ്ടിന്യൂസ് ചിപ്പ് നമ്മൾ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മളൊരു ഒരു വർക്ക് പീസാണ്. ആ വർക്ക് പീസിൻ്റെ മുകളിൽ നമ്മളൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുമ്പോൾ എന്താ ടൂള് നമ്മൾ വർക്ക് പീസിന് അഗൈൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്നതിന് പകരം ഇവിടെ ചിപ്പ് ഫോം ചെയ്യും. ഈ ചിപ്പ് ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കട്ടിങ് വെലോസിറ്റി സ്പീഡ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. അതുപോലെ നമ്മൾ അതിന് മുകളിൽ കൊടുത്തിരിക്കുന്ന സ്പീഡ്, അതായത് ഡെപ്ത് ഓഫ് കട്ടോ കാര്യങ്ങളൊക്കെ വളരെ സ്മോൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ഗുഡ് സർഫസ് ഫിനിഷിംഗ് ആയിരിക്കും നമ്മൾ ഈ കണ്ടിന്യൂസ് ചിപ്പ് ഫോർമേഷനിൽ ഉണ്ടാവുക. മെയിൻലി നമ്മളിത് യൂസ് ചെയ്യുന്നത് ഡക്റ്റൈൽ മെറ്റീരിയൽസിൽ ആണ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ചിപ്പ് കണ്ടിന്യൂസ് ആയി കിടക്കുന്ന ചിപ്പ് ഫോം ചെയ്യും. അതായത് ഭയങ്കര ഇലോങ്ങേഷൻ. ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെയ്ത്തിൻ്റെ കേസിൽ ടേണിങ് ഓപ്പറേഷൻ ചെയ്യാണ്. അത് കറക്റ്റ് നമ്മൾ സ്മോൾ ഡെപ്താണ് കൊടുക്കണമെങ്കിൽ ഫീഡാണ് കൊടുക്കണമെന്ന് വെച്ചാൽ വളരെ സ്മൂത്തിൽ ഇങ്ങനെ ചെയ്ത് പോയിട്ട് വലിയ ലോങ് ചിപ്പ് ഫോം ചെയ്യും. അതായത് കണ്ടിന്യൂസ് ഒരുപോലെയുള്ള ചിപ്സ് ഫോം ചെയ്യും. ബട്ട് ഇൻ ദ കേസ് ഓഫ് അതർ കേസുകളിൽ നമ്മൾ ഫീഡൊക്കെ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അതാണ്ട് റാൻഡമായിട്ട് സർഫസ് ഫിനിഷിംഗ് ഒന്നുമില്ലാതെ റാൻഡമായിട്ട് വരും. അത് തന്നെയാണ് നമ്മൾ ഡിസ്കണ്ടിന്യൂസ് സ്റ്റെപ്പ്. അപ്പോൾ ഇതിനുള്ള നമ്മൾ ടൂളിൻ്റെ മുകളിൽ ഫോഴ്സ് കൊടുത്തു കാര്യങ്ങളൊക്കെ ചെറിയ സ്പീഡായി കൊണ്ടുകൊണ്ട് വളരെ സ്മൂത്ത് സർഫസ് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുക. അതുപോലെ സ്മൂത്ത് കണ്ടിന്യൂസ് ചിപ്പും ആയിരിക്കും ഇവിടെ ലോങ് കണ്ടിന്യൂസ് ചിപ്സ് ആയിരിക്കും ഫോം ചെയ്യുക. ഓക്കെ, മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത് ഡക്റ്റൈൽ വർക്ക് മെറ്റീരിയൽസിനാണ്. അതുപോലെ ഹൈ കട്ടിങ് സ്പീഡായിരിക്കും. സ്മോൾ ഫീഡ്സ് ആൻഡ് ഡെപ്ത് ആയിരിക്കും ഉണ്ടാവുക. ഷാർപ്പ് കട്ടിങ് എഡ്ജസ് ആണ്, വളരെ ഷാർപ്പായിട്ടുള്ള കട്ടിങ് എഡ്ജസ് ആണ് ഉണ്ടാവുക. പിന്നെ ഗ്രൈൻഡ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല. ലോ ടൂൾ ചിപ്പ് ഫ്രിക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം കണ്ടിന്യൂസ് ചിപ്പിൻ്റെ കേസസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള 4 പോയിൻ്റ്, ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള 4 പോയിൻ്റാണ്. ഇത് കണ്ടിന്യൂസ് ചിപ്പ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡക്റ്റൈൽ വർക്ക് മെറ്റീരിയൽസിലാണ്. ദെൻ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഹൈ കട്ടിങ് സ്പീഡായിരിക്കും. ഹൈ കട്ടിങ് സ്പീഡ് യൂസ് ചെയ്യുമ്പോഴേ നമുക്ക് ആ ഒരു സർഫസ് ഫിനിഷും കാര്യങ്ങളും അത്രയും പ്രോപ്പറായിട്ട് വരാൻ ചാൻസ് ഉള്ളൂ. ദെൻ അടുത്തത് പറയുന്നത് സ്മോൾ ഫീഡ് ആൻഡ് ഡെപ്താണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഫീഡും ഡെപ്തും കൊടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും ആക്യുറസിയും ഇത്രയും ക്ലിയറുമായിട്ടുള്ള ചിപ്സ് നമുക്ക് ഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഷാർപ്പ് കട്ടിങ് എഡ്ജസ് ആയിരിക്കും. വളരെ ഷാർപ്പും സർഫസ് ഫിനിഷിങ്ങും ആയിട്ടുള്ള കട്ടിങ് എഡ്ജസ് ആയിരിക്കും. ലോ ടൂൾ ചിപ്സ് ആയിരിക്കും. ടൂൾ ചിപ്പ് ഫ്രിക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തത് എന്താണ് കണ്ടിന്യൂസ് വിത്ത് ബിൽഡപ്പ് എഡ്ജസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കണ്ടിന്യൂസ് വിത്ത് ബിൽഡപ്പ് എഡ്ജസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ കണ്ടിന്യൂസ് ചിപ്പിന് അനുസരിച്ച് ഈ കണ്ടിന്യൂസ് ബിൽഡപ്പ് എഡ്ജസിൽ അതിനെക്കാട്ടും കുറച്ചും കൂടി കട്ടിങ് സ്പീഡ് കുറവായിരിക്കും. അതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് ലോ ടു മീഡിയം കട്ടിങ് സ്പീഡായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ടൂൾ ചിപ്പ് ഫ്രിക്ഷൻ ഈസ് കോസസ് ടു പോർഷൻ ആൻഡ് ടു ഫോം എ ചിപ്പ് അഡയർ ടു ദ റാക്ക് ഫേസസ്. അതായത് ഇപ്പം നമ്മൾ സെയിം പ്രോസസ്സ് തന്നെ ഇവിടെ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, മെറ്റീരിയൽ റിമൂവ് ചെയ്തു. ഇതന്നെ കുറവായിരിക്കും, കട്ടിങ് സ്പീഡ് നമ്മൾ കുറവായിരിക്കും. അതുപോലെ കമ്പാരിറ്റീവ്ലി ഫീഡ് കുറച്ചും കൂടി നമ്മൾ കമ്പയറിങ് കണ്ടിന്യൂസിന് വെച്ച് കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സർഫസിന് മുകളിൽ റാൻഡം ആയിട്ടുള്ള
ബിൽഡപ്പ് എഡ്ജസസ് ഉണ്ടാവാനുള്ള കൂടുതലാണ്. ഓക്കെ, അതുപോലെ ഇതും നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഡക്റ്റൈൽ മെറ്റീരിയലിലാണ്. അതുപോലെ ലോ ടു മീഡിയം കട്ടിംഗ് സ്പീഡ് ആയിരിക്കും ഇതിനുണ്ടാവുക. ദെൻ ടൂൾ ചിപ്പ് ഫ്രിക്ഷൻ കോസസ് ദ പോർഷൻ ഓഫ് എ ചിപ്പ് അഡയർ ടു ദ റാക്ക് ഫേസസ് ആയിരിക്കും. ദെൻ ബിൽഡപ്പ് എഡ്ജസ് ഇൻ ദ ഫോം ഓഫ് എ ബ്രേക്ക് ഓഫ് സൈക്ലിക്കലി ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഇങ്ങനെ ഒരു സൈക്ലിക് ആയിട്ടുള്ള ബിൽഡപ്പ് എഡ്ജസസ് ഫോം ചെയ്യും. അതാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് വിത്ത് ബിൽഡപ്പ് എഡ്ജസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. അപ്പോൾ എന്തൊക്കെ പോയിൻറ്റ്സാണ് നമ്മൾ മെയിൻലി കണ്ടിന്യൂസ് വിത്ത് ബിൽഡപ്പ് എഡ്ജസസിൽ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഡക്റ്റൈൽ മെറ്റീരിയൽസിൽ തന്നെയാണ് യൂസ് ചെയ്യുക. ഇതിൽ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലോ ടു മീഡിയം കട്ടിംഗ് സ്പീഡായിരിക്കും യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഫീഡ് കമ്പാരിറ്റീവ്ലി കണ്ടിന്യൂസിനെക്കാട്ട് കുറച്ച് കൂടുതലായിരിക്കും. ദെൻ അതുപോലെ അതിൻ്റെ കൂടെ തന്നെ ടൂൾ ചിപ്പ് ഫ്രിക്ഷൻ കോസസ് ദ പോർഷൻ ഓഫ് ചിപ്പ് ടു അഡയർ ടു ദ റാക്ക് സർഫസസ് ആയിരിക്കും. അതുപോലെ ബിൽഡപ്പ് എഡ്ജസസ് ഫോം ദെൻ ബ്രേക്സ് ഓഫ് സൈക്ലിക്കലി, അതായത് സൈക്ലിക്കലി ചെറിയ ബിൽഡപ്പ് എഡ്ജസസ് സർഫസിൻ്റെ ഉള്ളിലുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു ഷാർപ്പ് കോർണേഴ്സ് ഉണ്ടല്ലോ, പ്രോപ്പറായിട്ട് നമ്മളെ മെറ്റീരിയൽ അതിലേക്ക് എത്തൂല. അതാണ് മെയിൻ റീസൺ. അതായത് ഇത് ശരിക്കും ഷാർപ്പായിട്ടുള്ള ഒരു എഡ്ജസ്സാണ് വരേണ്ടത് അവിടെ. പക്ഷേ കണ്ടോ, മെറ്റീരിയൽ കറക്റ്റ് പ്രോപ്പറായിട്ട് നമ്മളെ ചിപ്പും അതുപോലെ വർക്ക് മെറ്റീരിയലും കൂടി കോയിൻസൈഡ് ചെയ്യില്ല. ദെയർഫോർ അവിടെ സ്മോൾ എഡ്ജസസും കാര്യങ്ങൾ ഫോം ചെയ്യാണ്ട്, അതുപോലെ ഇവിടെയും സർഫസസിലും എഡ്ജസസ് ഫോം ആയതുണ്ടോ. ഓക്കെ, അതാണ് കണ്ടിന്യൂസ് വിത്ത് ബിൽഡപ്പ് എഡ്ജസസ് എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്തത് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ചിപ്പാണ്. ഓക്കെ, എന്താണ് ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് എന്ന് വെച്ചാൽ, ബേസിക്കലി ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലോ കട്ടിങ് സ്പീഡായിരിക്കും നമ്മൾ കൊടുക്കുക. അതുപോലെ നമ്മൾ അതിൽ കൊടുക്കുന്ന ഫീഡ് ചെയ്യുന്ന ഡെപ്ത്ത് കാര്യങ്ങളൊക്കെ ഹൈ ആയിരിക്കും. ലാർജ് ഫീഡും അത് ലാർജ് ഡെപ്ത്ത് കട്ടും കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ ഫോം ചെയ്യുന്ന ചിപ്സിന് തന്നെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് ഉണ്ടാവുക. അങ്ങനെ പൊട്ടി വലിയ ഇലോങ്ങേഷൻ ഇല്ലാതെ ആയിരിക്കും ഇത് ഫോം ചെയ്യുക. കണ്ടോ, അതുപോലെ സർഫസിൻ്റെ ഫിനിഷിങ് വളരെ കുറവായിരിക്കും. അതാണ് മെയിൻ ഡിഫിക്കൽട്ടീസ് ഓഫ് ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, മറ്റേതൊക്കെ ഡക്റ്റൈൽ മെറ്റീരിയലാണ്, ഇത് യൂസ് ചെയ്യുന്നത് കൂടുതലും ബ്രിട്ടിൽ മെറ്റീരിയൽസിലാണ് മെയിൻലി ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് ഫോം ചെയ്ത് വരുന്നത് കാണുന്നത്. അതുപോലെ ഇതിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോ കട്ടിങ് സ്പീഡായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഹൈ ഫീഡും അതുപോലെ ഹൈ ഡെപ്ത് ഓഫ് കട്ടുമാണ് നമ്മൾ കൊടുക്കുക. അതുകൊണ്ട് തന്നെ സർഫസ് ഫിനിഷിംഗ് ഒന്നും തീരെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ചിപ്പ് തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചിപ്പ് ഫോം ചെയ്യില്ല. ഡിസ്കണ്ടിന്യൂസ് മുറിഞ്ഞിട്ടുള്ള ചിപ്സാണ് നമ്മൾ ഇതിൽ ഫോം ചെയ്യുക. അതുപോലെ ഷിയർ പ്ലെയിനിൻ്റെ സ്റ്റിയർസ് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ ഇറഗുലർ ആയിട്ടുള്ള സർഫസസ് ആണ് മെയിൻലി ഫോം ചെയ്യുക. ഇത്രയാണ് നമുക്ക് ഡിസ്കണ്ടിന്യൂസ് ചിപ്സിനെ കുറിച്ച് പഠിക്കുക. അതിൽ പറയുന്ന മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ബ്രിട്ടിൽ വർക്ക് മെറ്റീരിയൽസിലാണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ലോ കട്ടിംഗ് സ്പീഡായിരിക്കും. അതുപോലെ തന്നെ ലാർജ് ഫീഡ് ആൻഡ് ഡെപ്ത് ഓഫ് എ കട്ടായിരിക്കും. ദെൻ ഹൈ ടൂൾ ചിപ്പ് ഫ്രിക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇത്രയും പോയിൻറ്റ്സാണ് നമുക്ക് ഡിസ്കണ്ടിന്യൂസ് ചിപ്പിൻ്റെ കേസസിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തതെന്ന് നമുക്ക് വളരെ ഒന്ന് ഓടിച്ച് പറയാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കട്ടിംഗ് ടൂൾസിനെ കുറിച്ച്. മെയിൻലി നമ്മൾ സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂൾസാണ്, മൾട്ടിപ്പിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂൾസാണുള്ളത്. സിംഗിൾ പോയിൻറ്റ് 1 ഡോമിനൻറ്റ് കട്ടിംഗ് എഡ്ജ് ആയിരിക്കും. മൾട്ടിപ്പിൾ കട്ടിംഗ് ടൂളിൽ മോർ ദാൻ 1 കട്ടിംഗ് എഡ്ജസസ് ആയിരിക്കും മെയിനായിട്ട്. മറ്റേതൊക്കെ ടേണിങ്ങും ലേത്തിൻ്റെ ഓപ്പറേഷനിലാണ് സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് യൂസ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ കട്ടിംഗ് യൂസ് ചെയ്യുന്നത് മെയിൻലായി ഡ്രില്ലിങ്ങും മില്ലിങ് പോലത്തെ ഓപ്പറേഷനിലാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞ് കട്ടിംഗ് ടൂൾസിനെ കുറിച്ച് 2 ടൈപ്പ് ഓഫ് കട്ടിംഗ് ടൂൾസ് ഉണ്ട്. അതിൽ സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂൾസിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പ് ഷാങ്ക് ഉണ്ടാവും, ഒരു റാക്ക് ഫേസ് ഉണ്ടാവും, ഒരു നോസ് റേഡിയസ് ഉണ്ടാവും, അതുപോലെ ഒരു കട്ടിംഗ് എഡ്ജ് ഉണ്ടാവും, ഫ്ലാങ്ക്. ഇത്രയാണ് ഒരു സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂളിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. അതുപോലെ മൾട്ടി പോയിൻറ്റ് കട്ടിംഗ് ടൂൾസിൻ്റെ മെയിൻ പാർട്സ് പറഞ്ഞാൽ ഒരു കട്ടിംഗ് എഡ്ജസും അതുപോലെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻസും ആണ് അതിൻ്റെ ഉണ്ടാവുക. ഇത്രയാണ് അതിൻ്റെ മെയിൻ പാർട്സ്. ഓക്കെ, ദെൻ നമ്മളൊരു ടേണിങ് ഓപ്പറേഷൻ കൺസിഡർ ചെയ്യുകയാണ്. അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു മെഷീനിങ് പ്രോസസ്സിൽ, അതായത് കട്ടിംഗ് കണ്ടീഷൻ ഇൻ ദ പ്രോസസ് ഓഫ് മെഷീനിൽ എന്തൊക്കെ കാര്യങ്ങളാണല്ലോ ഒരു ടേണിങ് ഓപ്പറേഷൻ കാണിച്ചു ചെയ്തിട്ടു. അതിൻ്റെ കട്ടിംഗ് സ്പീഡ് പിന്നെ നമ്മൾ വി എന്നും, അതുപോലെ ഫീഡ്, അതായത് എത്ര ഫീഡിലാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ള, എത്ര സ്പീഡിലാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ ഫീഡ് എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതുപോലെ എത്ര ഡെപ്തിലാണ് ഇത് കട്ട് ചെയ്യുന്നത് ഡി എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ദെൻ നമ്മൾ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് RMR = V ഇൻറ്റു F ഇൻറ്റു D, അതായത് കട്ടിംഗ് സ്പീഡ് ഇൻറ്റു ഫീഡ് ഇൻറ്റു ഡെപ്ത് ഓഫ് എ കട്ട്.
ആണ് മെറ്റീരിയൽ റിമൂവൽ റേറ്റ്. അതിന് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് നമ്മളൊരു ഇക്വേഷൻ അവിടെ ഫോം ചെയ്തു. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ തിയറി ഓഫ് ചിപ്പ് ഫോർമേഷൻ പഠിച്ചു. മെയിനായിട്ട് നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ ദ മെറ്റീരിയൽ ഓഫ് വർക്ക് പീസ് ഈസ് സ്ട്രെസ്ഡ് ബിയോണ്ട് ദ yield point and causing to its deform plastically and it shear off, and also the plastic flow take place in the localized region called shear planes എന്ന് പറഞ്ഞു. അതിന് ഓൾസോ ദ ഷിയർഡ് പോർഷൻ ഓഫ് എ മെറ്റൽ ബിഗിൻസ് ടു ദ ഫ്ലോ along the cutting tool faces in the form of a small pieces called chip എന്ന് പറഞ്ഞു. ദെൻ നമ്മൾ മെക്കാനിക്സ് ഓഫ് ചിപ്പ് ഫോർമേഷനെ കുറിച്ചാണ് പറഞ്ഞത്. മെയിനായിട്ട് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചിപ്പാണ് ഫോം ചെയ്യുന്നത്: കണ്ടിന്യൂസ് ചിപ്പ്, ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് ആൻഡ് കണ്ടിന്യൂസ് വിത്ത് ബിൽഡപ്പ് എഡ്ജസസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് കണ്ടിന്യൂസ് ചിപ്പിൻ്റെ മെയിൻ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡക്റ്റൈൽ മെറ്റീരിയലാണ് മെയിൻലി യൂസ് ചെയ്യുക. ഹൈ കട്ടിങ് സ്പീഡ് ആയിരിക്കും, സ്മോൾ ഫീഡ് ആൻഡ് ഡെപ്ത് ആയിരിക്കും, ഷാർപ്പ് കട്ടിങ് എഡ്ജസ് ആയിരിക്കും, ലോ ടൂൾ ചിപ്പ് ഫ്രിക്ഷൻ ആയിരിക്കും. അതിൻ്റെ ഫിഗറും കാര്യങ്ങളുണ്ട്, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ദെൻ അടുത്ത കണ്ടിന്യൂസ് വിത്ത് ബിൽഡപ്പ് എഡ്ജസിൽ എന്തൊക്കെയാണുള്ളത് നോക്കി. ഇതും നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഡക്റ്റൈൽ മെറ്റീരിയൽസിൽ തന്നെയായിരിക്കും. അതുപോലെ ലോ ടു മീഡിയം കട്ടിങ് സ്പീഡ് ആയിരിക്കും. ഇതിൻ്റെ കേസിൽ കണ്ടിന്യൂസിലാണെങ്കിൽ വളരെ ലോ കട്ടിങ് സ്പീഡ് ആയിരിക്കും, ഇവിടെ ലോ ടു മീഡിയം കട്ടിങ് സ്പീഡ് ആയിരിക്കും. അതുപോലെ തന്നെ ടൂൾ ചിപ്പ് ഫ്രിക്ഷൻ കോസസ് portion of chip to adhere to the rake face, and അതിൻ്റെ ഒപ്പം തന്നെ ബിൽഡപ്പ് എഡ്ജസസ് ഫോം ഇൻ ദ ബ്രേക്ക് ഓഫ് സൈക്കിളിക്ക് ഇവിടെ എഡ്ജസസിലും സർഫസിലും ഒക്കെ ബിൽഡപ്പ് എഡ്ജസസ് ഫോം ചെയ്യാനുള്ളതുണ്ട്. അതുപോലെ ഇതിൽ കൊടുക്കുന്ന ഫീഡ് എന്ന് പറഞ്ഞാൽ കമ്പയറിങ് ടു കണ്ടിന്യൂസ്നെസ് കുറച്ച് കൂടുതലായിരിക്കും. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഡിസ്കണ്ടിന്യൂസ് ചിപ്പ്. ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രിട്ടിൽ വർക്ക് മെറ്റീരിയൽസിലായിരിക്കും. അതുപോലെ ഇതിന് ഭയങ്കര ലോ കട്ടിങ് സ്പീഡ് ആയിരിക്കും, ലാർജ് ഫീഡ് ആൻഡ് ഡെപ്ത് ഓഫ് എ കട്ട് ആയിരിക്കും, ഹൈ ടൂൾ ഓഫ് ചിപ്പും. അതായത് ഇറഗുലറായി ചിപ്പ് തന്നെ ഇറഗുലറായിട്ട് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. പൊട്ടുക എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താണ് പറയുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിട്ടുപോകുന്ന ടൈപ്പ് ഓഫ് ചിപ്സ് ആയിരിക്കും മെയിനായിട്ട് ഡിസ്കണ്ടിന്യൂസ് ചിപ്പിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാനുള്ളത് എന്ന് പറയുന്നത് അടുത്ത 2 ടൈപ്പ് ഓഫ് കട്ടിങ് ആണുള്ളത്: ഓർത്തോഗണൽ കട്ടിങ്ങും ഒബ്ലിക് കട്ടിങ്ങും. ദെൻ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർത്തോഗണൽ കട്ടിങ് ആൻഡ് ഒബ്ലിക് കട്ടിങ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.